പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മെജോറയിലെ മരിയൻ തിരുസ്വരൂപങ്ങൾ വികൃതമാക്കുകയും സെന്റ് ജെയിംസ് ദേവാലയത്തിലെ അൾത്താരയിൽ തീയിടുകയും ചെയ്ത സംഭവത്തിൽ മെജോറിയൻ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങളുടെ വെളിച്ചത്തിലുള്ള പ്രതികരണവുമായി മെജോറിയ ഇടവക. വെറുപ്പിന് പകരം മരിയൻ ശൈലിയിലുള്ള പ്രതികരണമായ പ്രാർത്ഥന, ഉപവാസം, ക്ഷമ, സമാധാനം എന്നിവയ്ക്കായി വിശ്വാസികളോട് ഇടവക ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ 40-ലധികം വർഷങ്ങളായി മെജോറിയയിൽ പരിശുദ്ധമ്മ നമ്മെ പഠിപ്പിച്ചു തന്ന രീതിയിൽ തന്നെ ഈ സംഭവത്തോട് പ്രതികരിക്കാൻ എല്ലാ വിശ്വാസികളോടും ഞങ്ങൾ പ്രത്യേകം ആഹ്വാനം ചെയ്യുന്നു. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ക്ഷമയിലൂടെയും ഈ പ്രവൃത്തി ചെയ്തവരുടെ ഹൃദയങ്ങളുടെ മനംമാറ്റത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ കൃപയാൽ അവരെ സ്പർശിക്കട്ടെയെന്നും നന്മയുടെ പാതയിലേക്ക് നയിക്കട്ടെയെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ സമാധാനമുണ്ടാകുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ വിളിയെ കൂടുതൽ ഗൗരവത്തോടെ പിന്തുടരാൻ ഈ സംഭവം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ സ്നേഹത്തിനും ക്ഷമയ്ക്കും പ്രത്യാശയ്ക്കും സാക്ഷ്യം വഹിക്കാനും സാധിക്കട്ടെയെന്നും ഇടവകയുടെ കുറിപ്പിൽ പറയുന്നു. ജൂലൈ 28-നാണ് മെജോറയിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപങ്ങൾ വികൃതമാക്കുകയും ഇംഗ്ലീഷിലും പോളിഷ് ഭാഷയിലും വിദ്വേഷപരമായ ചുവരെഴുത്തുകൾ നടത്തുകയും സെന്റ് ജെയിംസ് ദേവാലയത്തിലെ തുറസായ അൾത്താരയ്ക്ക് തീയിടുകയും ചെയ്തതടക്കമുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ഇടവക ജീവനക്കാരും ഒന്നിച്ചു ചേർന്ന് തിരുസ്വരൂപങ്ങൾ വൃത്തിയാക്കുകയും വിശുദ്ധ ജെയിംസിന്റെ ദേവാലയം പുനരുദ്ധരിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പരിശുദ്ധ മറിയത്തിന്റെ സന്ദേശത്തിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ച് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് വികൃതമാക്കിയ തിരുസ്വരൂപങ്ങളും സാരമായ കേടുപാടുകൾ സംഭവിച്ച സെന്റ് ജെയിംസ് ദേവാലയവും അതിവേഗം പുനരുദ്ധരിച്ച മെജോറിയ തീർത്ഥാടന കേന്ദ്രത്തിന്റെ നടപടി ഹൃദയഫലകങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട വിശ്വാസത്തെ വെറുപ്പിന്റെ ഒരു അഗ്നിക്കും മായ്ക്കാനാകില്ലെന്ന് ലോകത്തിനു മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ചർച്ച് ഡെസ്ക്, ഷിഖേന ന്യൂസ്.